എം വി ഗോവിന്ദന് എന്തെങ്കിലും വിലക്കുണ്ടോ സർ? വിലക്കായിട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ പാർട്ടി പത്രസമ്മേളനങ്ങളൊക്കെ ആയാലും എം വി ഗോവിന്ദനേക്കാളും കുറച്ചുകൂടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത് എം സ്വരാജിൻ്റെതാണ്. എന്തെങ്കിലും ഒരു മാറ്റം പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണോ അത്? പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമായ വലിയ ഒരു വെയിറ്റ് ഇല്ലാത്ത, വിലയില്ലാത്ത ഒരു സ്വരം എന്നത് തരത്തിലേക്ക് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതിന് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പല പ്രതികരണങ്ങളും ഒക്കെ അതിന് കാരണമായിട്ടുണ്ട്. പെട്ടെന്ന് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും. അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ്. ഒരു നമുക്ക് അല്ലേ, വലിയ ധാർഷ്ട്യങ്ങളൊന്നുമില്ല. പക്ഷേ ധാർഷ്ട്യം ഉണ്ടെന്ന് ചിലപ്പം ഈ പാർട്ടി നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടാണ് ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയൊക്കെയുള്ള ചില വൈകാരിക വിക്ഷോഭങ്ങളൊക്കെ വരും. പക്ഷേ ഒരു വളരെ ഈ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിമാരുടെ കണക്കുള്ള ആലോചിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ സംസാരിക്കുമ്പോഴത്തേക്ക് മലയാളത്തിൻ്റെ പൊതു സ്വഭാവം വട്ടെഴുത്താണെങ്കിലും ഈ സി പി എം നേതാക്കളുടെ സംഭാഷണ രീതി ചതുരെഴുത്തിൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത്. ചതുരത്തിലായിരിക്കും മലയാള ഭാഷ അവർ അവതരിപ്പിക്കുന്നത്. നാം കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതിപ്പം മിക്കവാറും പിണറായി വിജയൻ ഇപ്പോൾ കാണേണ്ടത് എന്നുള്ള പ്രയോഗം ഉപയോഗിക്കും. അപ്പോൾ മിക്ക സി പി എം നേതാക്കന്മാരുടെ സംഭാഷണത്തിൽ ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നാം ഇവിടെ കാണേണ്ടത് അങ്ങനെ ഒരു ടോണിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് രീതി പാർട്ടിക്കുണ്ട്. പക്ഷെ ആ സ്റ്റീരിയോ ടൈപ്പ് രീതിയൊന്നും ഈ ഗോവിന്ദൻ മാഷിക്കില്ല. ഗോവിന്ദൻ മാഷ് വളരെ സ്വതസിദ്ധമായ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു സാധു മനുഷ്യൻ എന്നുള്ളതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് ചില സംഗതികൾ അദ്ദേഹത്തിൻ്റെ കൈ വിട്ടുപോവുകയും ചെയ്യും. പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അത് ഈ വൈകാരികത മുന്നിൽ നിൽക്കുന്നുകൊണ്ടാണ്. പിന്നെ വല്ലാണ്ട് തർക്കങ്ങൾ വരുന്നു. മറ്റേതല്ല, ഇപ്പം പിണറായി വിജയനൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇപ്പോഴത്തെ കണക്കിന് അളന്ന് കുറിച്ച് വളരെ ഈ ടേപ്പ് വെച്ച് അളക്കുന്ന കണക്കുള്ള അളന്ന് കുറിച്ച് കാര്യങ്ങൾ പറയുക, നിർത്തുക, ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ വരുവാണെങ്കിൽ അതിനോട് ഇഷ്ടമില്ലായ്മ കാണിക്കുക, അതിവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. ഇതായിരുന്നു എൻ്റെ രീതി. അപ്പോൾ പൊതുവേ ആ ഒരു സമീപനമാണ് ഈ സി പി എമ്മിൻ്റെ പൊതു സമീപനം എന്ന് പറയുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു മനുഷ്യ കമ്പ്യൂട്ടർ സംസാരിക്കുന്നത് പോലെ ആയിരിക്കണം നേതാക്കന്മാർ സംസാരിക്കേണ്ടതെന്നുള്ളൊരു. പക്ഷേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത്, അതിനുശേഷം കോടിയേരിയിൽ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വ്യത്യാസമുണ്ട്. സാറ് പറഞ്ഞതുപോലെ ഇങ്ങനെ വാ പോയ കോടാലി എന്നൊക്കെ പറയുന്ന, എനിക്കറിയില്ല അങ്ങനെ പറയാൻ പോകുന്നത്. പക്ഷേ പലപ്പോഴും ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന സി പി എം നേതാവിൻ്റെ സംസാരങ്ങൾ വിമർശന വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. ട്രോളുകൾക്ക് ഒരുപാട് ട്രോളുകൾ ഗോവിന്ദൻ മാസ്റ്ററുടേതായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിരിയെപ്പോലും ട്രോളിക്കൊണ്ടുള്ള പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അത് സ്വതസിദ്ധമായ ശൈലിയാണെങ്കിലും ഒരു അച്ചടക്കമില്ലായ്മ, ഇതുവരെ കണ്ടുവന്ന ഒരു അച്ചടക്കമില്ലായ്മ, അതായത് അവരുടെ ഭാഷ പറഞ്ഞ ഗൗരവമില്ലായ്മ ഉണ്ടായിപ്പോയി. വളരെ സിമ്പിൾ. ആ ഗൗരവമില്ലായ്മ വന്നതിനെ മാറ്റിയിട്ട് ഒരു ഗൗരവം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ മാഷിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെ ശബ്ദം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രകടമാവുന്നതിന് പകരം എം സ്വരാജ് പ്രകടമാകും. എം സ്വരാജിൻ്റെ അട്ടിമുട്ടി സംഭാഷണം മുഴുവൻ ഗൗരവമല്ലാതെ മറ്റു വേറൊന്നുമില്ല. എം സ്വരാജ് പാർട്ടിയുടെ സ്റ്റാർ കാൻഡിഡേറ്റൊക്കെ ആയിരുന്നു. ഇപ്പം നിലമ്പൂർ ആര് മത്സരിക്കണം എന്ന് നോക്കുമ്പോഴത്തേക്ക് സി പി എമ്മിൽ അന്ന് ലഭ്യമാകാവുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എം സ്വരാജാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എം സ്വരാജിന് ഇപ്പോൾ സീറ്റ് കിട്ടിയില്ല? എം സ്വരാജ് എല്ലാം കൊണ്ടും ഒരു സീറ്റ് അർഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ട് കൊടുത്തില്ല? അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എം സ്വരാജിന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അയ്യപ്പൻ്റെയും ആളയപ്രഭത്തിൻ്റെയും കല്യാണം വിഷയം എടുത്ത് പൊന്തി വരും. അത് പൊന്തി വന്നു കഴിഞ്ഞാൽ അത് എം സ്വരാജ് നിൽക്കുന്ന മണ്ഡലത്തിൽ മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുക. 140 മണ്ഡലങ്ങളിലും ഈ അയ്യപ്പൻ മാളികപ്പുറം വിവാഹം കിടന്ന് അടിക്കും. അപ്പോൾ അയ്യപ്പൻ മാളികപ്പുറം വിവാഹം ഓരോ നിമിഷം ഉണർത്തും തോറും ആ പഴയ ചരിത്രത്തിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് വീഴുകയാണ്. അത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് എം സ്വരാജിനെ ഈ സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയതിൽ ഒരു റീസൺ അതായിരിക്കാം. പക്ഷേ ആ എം സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല സ്റ്റോറി ടെല്ലേഴ്സ് ഒരാളാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ദേശീയതയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ രാജ്യസ്നേഹത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ ആ ഫെസ്റ്റിവലിലാണെന്ന് തോന്നുന്നു. ആ കുട്ടി ഒരു എനിക്കത് 8-ലോ 9-ലോ അല്ലെങ്കിൽ +2-ലോ +1-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു ചോദ്യം ചോദിക്കുന്നു. അതായത് ദേശീയതയെക്കുറിച്ചിട്ടാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു കഥയാണ് പറയുന്നത്. ഒരു ഒളിമ്പിക്സിലെ ഒരു കഥയാണ്. കഥ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ കഥ പറയുമ്പോഴത്തേക്ക് അതിമനോഹരമായ കഥയാണ്. ആ കഥ കേട്ട് നല്ല സുന്ദരമായ മാമ്പഴം കഴിച്ചതുപോലെ ആ സദസ്സിൽ ഇരുന്നവരെല്ലാവരും കൈയടിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയും ഈ കഥ കേട്ടിട്ട് ആ കഥയുടെ ഒരു മാസ്മരികതയിൽ ലയിച്ചു പോകുന്നു. എന്താണ് ദേശീയത എന്നുള്ളത് ആ കുട്ടിക്ക് ചോദ്യം ചോദിച്ചപ്പോഴുണ്ടായിരുന്ന വ്യക്തത പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും എന്നാൽ ദേശീയത എന്താണെന്ന് ഇത് പറയുകയും ചെയ്തില്ല. അദ്ദേഹം അങ്ങനെയുള്ള ഒരു പ്രത്യേകത. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കും. യുദ്ധത്തിൻ്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ചിട്ട് അതിമനോഹരമായിട്ട് കഥകൾ പറയും. അത് പറയുന്നത് കേൾക്കാൻ വളരെ യുക്തിപൂർവ്വമാണെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില വിദ്യകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പിന്നെ നന്നായിട്ട് മലയാള ഭാഷ ഉപയോഗിക്കാൻ സ്വരാജിനറിയാം. മലയാള ഭാഷ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ വഴങ്ങും. പക്ഷെ ഒരു അപകടം എന്ന് പറയുന്ന സംഗതി, അദ്ദേഹത്തിൻ്റെ ടോൺ മുഴുവൻ ഒരു അറ്റാക്ക് ചെയ്യുന്ന അഗ്രസീവായിട്ടുള്ള ഒരു ടോണാണ്. ആ ഓരോ വാക്കുകളും എവിടെയെങ്കിലും കൊള്ളാൻ വേണ്ടി പറയുന്ന, ആരെങ്കിലും എവിടെയെങ്കിലും ചെന്ന് നോവാൻ വേണ്ടി പറയുന്ന ഒരു വാക്കായിട്ട് മാറും. അത് ഉദാഹരണത്തിന് പിന്നെ ധനരാജ് കുമാറിൻ്റെ ഫണ്ട്, രക്തസാക്ഷിത്വ ഫണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് അതിൻ്റെ കണക്ക് വ്യക്തമാക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കള്ളൻ ചോദിക്കുമ്പോൾ പറയാനുള്ളതല്ല ആ റിപ്പോർട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അവിടെ അദ്ദേഹത്തിന് ആ കുഞ്ഞുകൃഷ്ണൻ്റെ പ്രായത്തെ പോലും അദ്ദേഹം, നമ്മളെപ്പോഴും ഒരാളെ വിമർശിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്നുള്ള പ്രാഥമിക പരിഗണന നമ്മൾ എപ്പോഴും കൊടുത്തിരിക്കണം. അല്ല, VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത്. ആ ഒരു രൂക്ഷത, അത് എപ്പോഴും അഗ്രഷനാണ്. ഈ സ്വരാജിൻ്റെ ടോണിൽ എല്ലാ ഭാഷയുടെയും എല്ലാ പ്രസ്താവനയുടെയും എല്ലാ കഥകളുടെയും പിന്നിൽ ഈ ഒരു അഗ്രഷനുണ്ട്. മറ്റവനെ ആക്രമിക്കുക അല്ലെങ്കിൽ നോവിക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ത്വര, ഒരു ആ ഒരു വൈകാരികത എപ്പോഴും സ്വരാജിൻ്റെ ഈ സംഭാഷണത്തിലുണ്ട്. ഏത് പറഞ്ഞാലും, ഇപ്പം ഏത് കഥ പറഞ്ഞാലും ആ കഥ ഒരു മനോഹരമായ കഥയാവുന്നതോടൊപ്പം തന്നെ ഇത് എതിരാളിക്കെതിരെയുള്ള ഒരു ആയുധമായിട്ടും അദ്ദേഹം മാറ്റും. അപ്പോൾ ആ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇപ്പം ചിലരൊക്കെ ഈ എം സ്വരാജിൻ്റെ ഇപ്പം ഈ ഗോവിന്ദൻ മാസ്റ്റർ വളരെ നിശബ്ദനാവുകയും അല്ലെങ്കിൽ സാന്നിധ്യം കുറയുകയും എം സ്വരാജിൻ്റെ സാന്നിധ്യം ഇങ്ങനെ അട്ടിക്കട്ടി കയറി വരികയും ചെയ്യുന്ന സമയത്ത് എം സ്വരാജിനെ ഇപ്പം ഗോവിന്ദൻ മാസ്റ്ററിനെ ഒതുക്കി എന്നുള്ളൊരു പോസ്റ്റ് സ്വരാജിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്വരാജ് കഴിഞ്ഞ ദിവസം വേറൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് ശുദ്ധ അസംബന്ധമാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ പല സ്വരാജിൻ്റെ ആരാധകരൊക്കെ വന്നിട്ട് ഇദ്ദേഹമായിരിക്കണം ഇനി പാർട്ടി സെക്രട്ടറി, ഇദ്ദേഹത്തെ പോലുള്ള ഒരാളാണ് പാർട്ടി സെക്രട്ടറി ആകേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, സ്വരാജിനെ പാർട്ടി സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പം ഈ പറഞ്ഞതുപോലെ CPI ഇപ്പോൾ ഒരുപാട് ആന്തരിക സംഘടനകളെയൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ സ്വരാജിനെ ഇങ്ങനെ സജീവമായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു രംഗത്ത് നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ദീർഘനാൾ ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾക്ക് ഇരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കാര്യം അത്രയ്ക്ക് പെട്ടെന്ന് ആൾക്കാരിൽ നിന്ന് ഒരു എന്താ പറയുക, ഉദാഹരണം ഈ വി കുഞ്ഞികൃഷ്ണനെതിരെ, അപ്പോൾ ഞാൻ പറയാം, എന്ത് തന്നെയാണെങ്കിലും വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് പ്രായമായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ പ്രായമായ മനുഷ്യനോടുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ ഒരു കള്ളൻ ചോദിച്ചപ്പോൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് പാർട്ടിക്കാരായിട്ടുള്ള അംഗങ്ങൾക്ക് പോലും സ്വീകാര്യമാവില്ല. ഇപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ CPMലുള്ള ഒരു ചെറിയൊരു വിഭാഗത്തിനകത്തെങ്കിലും പയ്യന്നൂരുള്ള ആൾക്കാർക്കാണെങ്കിലും ഈ കുഞ്ഞികൃഷ്ണനെ അടുത്തറിയാവുന്ന ആൾക്കാരുണ്ടാവും, കുഞ്ഞികൃഷ്ണൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയുന്നവരുണ്ടാവും. മാത്രവുമല്ല, ഏറ്റവും വലിയൊരു ചോദ്യം വരുന്ന സംഗതി, ഇത്രയും വർഷം കുഞ്ഞികൃഷ്ണൻ ഈ പാർട്ടിയിൽ നിന്നിട്ട് CPMനെ പോലുള്ള ഇത്രയും ബുദ്ധിരാക്ഷസന്മാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹം കള്ളനാണെന്ന് തിരിച്ചറിയാനായിട്ട് ഇത്രയും വൈകിയത് എന്തുകൊണ്ട്? അതുപോലും ആ പാർട്ടിയുടെ ഒരു ദൗർബല്യമല്ലേ കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കള്ളൻ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ആ ഒരു പെരുമാറ്റ രീതി
അത് എത്ര കണ്ട് ജനങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കൊക്കെ സ്വീകാര്യമായിരിക്കാം. പക്ഷേ എങ്കിലും ഒരു പൊതുസമൂഹം അത് ഏറ്റുവാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പം ഒരു ലേശം ഒന്ന് ഉൾവലിഞ്ഞ് നിന്നിട്ടുണ്ട്. പല ഈ പറഞ്ഞതുപോലെ ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവേശം പകരുന്നില്ല എന്നുള്ള ചിലപ്പം പാർട്ടിയുടെ കണ്ടെത്തലുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഇനിയിപ്പം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും മാറ്റങ്ങളും മറിച്ചിലുകളും പാർട്ടിക്കകത്ത് ഉണ്ടാകുമോ, പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അണിയറ സംഗതികളും ഒക്കെ ഒരു പക്ഷേ അരങ്ങേറുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ എന്തായാലും സ്വരാജ് രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു പക്ഷേ ഇനി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു.